അനിയത്തി കുട്ടിയെ പറ്റി ചില ഇന്റർവ്യൂസിനൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, എന്റെ രണ്ടാമത്തെ അമ്മയാണ് എന്നൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവളുടെ സ്ഥിരം ഡയലോഗ് തന്നെ ഇടയ്ക്കിടയ്ക്ക്, നീ ഒന്ന് ഓക്കെ ആവട്ടെ, നിന്നെ എല്ലാ പണിയും ചെയ്യിപ്പിക്കും. എല്ലാം സഹായിക്കാനും എല്ലാ സപ്പോർട്ടിനും ഇപ്പോഴും ഉണ്ട്. ശരിക്കും എനിക്കൊന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അനിയത്തി നല്ല കുഞ്ഞായിരിക്കുമല്ലോ അല്ലെ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തല്ലായിരുന്നോ? ഞങ്ങൾ തമ്മിൽ 7 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സത്യത്തിൽ അവളുടെ അമ്മ പൊസിഷനിൽ ഞാനാണ് ഇരിക്കാനുള്ള, പക്ഷെ വീട് നേരെ തിരിച്ച. അപ്പൊ ആ സമയം മുതലേ ഭയങ്കര കെയറിങ് ആണോ? അന്ന് നല്ല കുഞ്ഞായിരിക്കുമല്ലോ അനിയത്തി അല്ലേ? നല്ല കെയറിങ് അല്ലേ? എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഇവക്ക് സംഭവം എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അച്ഛനും ഇവളും കൂടെയാണ് ഹോസ്പിറ്റലിൽ ജനറൽ വാർഡിൽ കിടക്കുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ഇത് കണക്ക് മറ്റത് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇത് കണക്ക് വന്ന് പിടിച്ചപ്പോഴത്തേക്കും എൻ്റെ ഇവിടെ ബയോപ്സി ചെയ്തിട്ട് ഇതൊക്കെ ഒട്ടിച്ച് വെച്ചേക്കായിരുന്നു. അപ്പം ഞാൻ പെയിനായിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണത്. അപ്പോൾ ഇവള് വന്ന് ഇങ്ങനെ സ്നേഹപ്രകടനം നടത്തുമ്പോഴത്തേക്കും, ഉപദ്രവിക്കാൻ പറഞ്ഞതല്ല, രാത്തൂച്ചി എന്നാണ് വിളിക്കണ. രാത്തൂച്ചി എന്ന് പറഞ്ഞ് ഇതെനിക്ക് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് വേദന വന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ, എടി നീ മാറിയില്ല എന്ന് പറഞ്ഞ്. അപ്പം ആ ഇച്ചിരി ഒരു വിഷമമല്ല, ഒരു ദേഷ്യം കണക്കായി. നീ ആശുപത്രി കിടക്കണോണ്ട് നിന്നെ തൊട്ടൂടെ, അങ്ങനെയുള്ള ഒരു ഇതിൽ എൻ്റെ അടുത്ത് പിണങ്ങി ഇരുന്നപ്പോഴത്തേക്കും അമ്മ ഇത് കണക്ക് ഇട്ടിരുന്ന ഉടുപ്പ് മാറ്റിയിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ രാത്തൂച്ചിൻ്റെ ഇവിടെയൊക്കെ കുത്തി ഇതാക്കി വെച്ചേക്കാണ്, മക്കൾ കണ്ടാ, കാരണം ബയോപ്സി എടുത്താൽ നല്ല ഉള്ളിലോട്ട് ഇതാക്കി വെച്ചേക്കുക, കണ്ടാന്ന് ചോദിച്ച്. ഇവള് ഒന്നും മിണ്ടാതിരുന്ന അപ്പം തുടങ്ങി കരച്ചിലാണ്. അച്ഛൻ പറയണം, വീട് എത്തണ വരെ അതേ കരച്ചിലായിരുന്നു. അപ്പം മുതൽ ഇപ്പം വരെ എന്നെ ഇല്ല, അമ്മ പോലും എന്നെ ഇങ്ങനെ നോക്കൂല, അങ്ങനെയാണ് അവൾ എന്നെ നോക്കണം. ഇപ്പോൾ ആഹാരം വരുത്തരും, അപ്പോഴേ എനിക്ക് ആഹാരം വരുത്തരും. എനിക്ക് ടോയ്ലറ്റിൽ പോകണം, എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ആ സമയത്ത് എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവള് എന്നെ എണീപ്പിച്ച്, ആളെന്നെക്കാളും നല്ല സൈസൊക്കെ ഉണ്ട്, ഗുണ്ടൂസാണ്. അപ്പോൾ എന്നെ എണീപ്പിച്ച് പിടിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോകും, എല്ലാം ചെയ്തു തരാം. അവൾക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. പിന്നെ ചില സമയത്ത് ഇത് കണക്ക് ആൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ പറയും, ഞാൻ ഇതെല്ലാം കുറിച്ച് വെക്കണുണ്ട്, നീ ഒന്ന് ശരിയായിട്ട് വേണം ഇതിനൊക്കെ തിരിച്ച് തരാനെന്ന് പറയും. ശരിക്കും സിബ്ലിങ്സ് ലവ് എന്ന് പറയുന്നത് അത് തന്നെ അല്ലേ? എപ്പോഴും അടിയും വഴക്കുമായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കൂടെ അതുപോലെ നിൽക്കും, നമ്മളെ പോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. എന്തായാലും ശരിക്കും അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുകയാണെങ്കിൽ ഏത് പാട്ട് പാടും? നെഞ്ചിലാ